സത്യത്തിൽ ധർമ്മസ്ഥല വിഷയം മാധ്യമങ്ങൾക്കും യൂട്യൂബേഴ്സിനും എല്ലാം മണ്ടയ്ക്ക് കിട്ടിയ ഒരു അടിയാണ്. കാരണം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒലിപ്പിച്ച് പറയുക എന്നത് മാധ്യമങ്ങളുടെ ഒരു വർഗ സ്വഭാവമാണ്. 5 പേർ മരിച്ചാൽ 500 പേർ മരിക്കുമെന്ന് പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചില വ്യക്തികൾക്കെതിരെ കഥകൾ മെനഞ്ഞെടുക്കുക, ഇതൊക്കെയാണ് ഈ മാധ്യമങ്ങൾ പൊതുവെ വെച്ച് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ധർമ്മസ്ഥലത്തെ സംഭവ വികാസങ്ങൾ ശരിക്കു പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി നടത്തിയ പ്രവർത്തികൾ തന്നെയാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഈ ധർമ്മസ്ഥലയിലെ വിഷയം എല്ലാം തന്നെ കള്ളമാണെന്നും ഇയാൾ ആദ്യം ഹാജരാക്കിയ തലയോട്ടി ഒരു സ്ത്രീയുടേതല്ല, അത് ബലാത്സംഗത്തിന് വിധേയയായി കൊല്ലപ്പെട്ട സ്ത്രീയുടേതല്ല, അതൊരു പുരുഷൻ്റേതാണെന്നും അത് മറ്റൊരു സ്ഥലത്തു നിന്ന് സംഘടിപ്പിച്ചതാണെന്നുമാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി, ഇന്നലെ വരെ ഭീമ എന്നൊക്കെ വിളിച്ചിരുന്ന, ഇപ്പോൾ ഐഡന്റിറ്റി വെളിപ്പെട്ട ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ പറയുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഈ ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി പുരുഷൻ്റേതാണെന്ന് വെളിപ്പെട്ടത്. അങ്ങനെയുള്ള ചോദ്യം ചെയ്യലിനിടയ്ക്കാണ് ഈ തലയോട്ടി താൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് സംഘടിപ്പിച്ചതാണെന്ന് ചിന്നയ്യ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഈ ചിന്നയ്യക്കെതിരെ അയാളുടെ ഭാര്യയും രംഗത്ത് വന്നു എന്നതാണ്. ചിന്നയ്യ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് ഭാര്യ പറയുന്നത്. എന്തായാലും അയാൾക്കെതിരെ വളരെ വിശദമായ ഒരു അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് SIT. ചിന്നയ്യയ്ക്ക് ഈ തലയോട്ടി ആരാണ് നൽകിയതെന്നും ഈ ചിന്നയ്യ ചൂണ്ടിക്കാണിച്ച 2 പോയിന്റുകളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെ വന്നുവെന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്നതാണ്. ഈ ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി വ്യാജ വെളിപ്പെടുത്തലാണ് നടത്തിയത്. അങ്ങനെ അത് വ്യാജമാണെന്ന് വ്യക്തമായതിനു ശേഷമാണ് ഈ വ്യക്തിയുടെ പേര് ചിന്നയ്യാണെന്നും അയാളെക്കുറിച്ചുള്ള വിവരങ്ങളുമെല്ലാം സംഘം പുറത്തുവിട്ടത്. അതോടെ ഇയാൾക്കുള്ള പ്രൊട്ടക്ഷനും പിൻവലിച്ചു. കാരണം ഇത്തരം ആളുകൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം അതും പിൻവലിച്ചു. അതുമാത്രമല്ല, വ്യാജ പരാതി, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു വിഷയത്തിൽ സുജാത ഭട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ പൊയ്മുഖവും വെളിപ്പെട്ട് കഴിഞ്ഞു. ഇല്ലാത്ത മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്ന വ്യാജ പരാതി നൽകിയ സുജാത ഭട്ട് ഇപ്പോൾ അങ്ങനെ ഒരു മകൾ തനിക്ക് ഇല്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവരെയും പോലീസ് ചോദ്യം ചെയ്യും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ആസൂത്രിതമായ ഒരു പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി സംഭവിച്ചിട്ടുണ്ട്, ഈ ക്ഷേത്രത്തിനെ കളങ്കപ്പെടുത്താൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. 94 മുതൽ 2014 വരെ മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത വ്യക്തിയാണ് ഈ ചിന്നയ്യ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ വെളിപ്പെടുത്തലും നടത്തിയത്. 100 കണക്കിന് മൃതദേഹങ്ങൾ താൻ അടക്കം ചെയ്തെന്നും അവ തന്നെ വേട്ടയാടുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്തൊക്കെയായാലും കുറച്ചു കാലമായി ഈ ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത് ഈ ശുചീകരണ തൊഴിലാളി വരുന്നതിന് മുൻപും ചില ആരോപണങ്ങളൊക്കെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിനെ കളങ്കപ്പെടുത്താനായി ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഒരുപക്ഷെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വെളിപ്പെടുത്തിയ ക്രൈമുകളൊക്കെ ചിലപ്പോൾ നുണ തന്നെ ആയിരിക്കാം. എങ്കിലും ഇത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപൊക്കെ പറഞ്ഞതുപോലെ അതൊരു ഫ്യൂഡലിസം കൊടികുത്തി വാണ ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലൊക്കെയുള്ള സ്വാഭാവികമായും കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ചിലരുടെ സ്ഥലമൊക്കെ ആഗ്രഹിച്ച് പിടിച്ചെടുക്കുക, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചേക്കാം. അത്തരത്തിലൊക്കെ ചില വ്യക്തികൾക്ക് ഇവരോട്, ഈ ഹെഗ്ഡെ കുടുംബത്തോടുള്ള വൈരാഗ്യമുണ്ടാകാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആസൂത്രിതമായി, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണോ ഇപ്പോൾ നടത്തിയത് എന്നൊന്നും അറിയാൻ വയ്യ. അതൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അതിന് മറ്റൊരു മുഖം നൽകാൻ വേണ്ടി ഇത്രയും കൊലപാതകങ്ങൾ അവിടെ നടന്നുവെന്നും പെൺകുട്ടികൾ, ക്ഷേത്ര ദർശനത്തിന് വരുന്ന പെൺകുട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് പോയി കൊന്നുവെന്നും ഒക്കെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നു. അങ്ങനെ വന്നാൽ മാത്രമേ ആ കേസിന് ഒരു എരിവും പൊളിവും അല്ലെങ്കിൽ കുറച്ചൊക്കെ ചൂട് കിട്ടൂ എന്നൊക്കെയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ചൂടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടാകാം ഇവർ ഇത്തരം പ്രചരണങ്ങളുമായി മുന്നോട്ട് വന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പാളിപ്പോവുകയാണ്. അതിലൂടെ ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളുമായി രംഗത്ത് പലരും വന്നാലും ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്.
സത്യസന്ധതയ്ക്ക് വിലയില്ലാതാവുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട്. കാരണം ഈ ശുചീകരണ തൊഴിലാളി തന്നെ എന്തെല്ലാം പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം അയാൾ പറഞ്ഞത് ഒരു സ്കൂൾ കുട്ടിയെ സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചു മൂടേണ്ടി വന്നു. വേറൊരു സ്ത്രീ ആസിഡ് ആക്രമണത്തിൻ്റെ ഇരയായ ഒരു പെൺകുട്ടി, അവളുടെ മുഖമൊക്കെ ആസിഡ് ഒഴിച്ച് കരിച്ചു കളഞ്ഞു ആളറിയാതിരിക്കാൻ വേണ്ടി, അവളെയും കുഴിച്ചിടേണ്ടി വന്നു. അതുപോലെ സൗജന്യ മരിച്ച ദിവസം സൗജന്യയെ കുഴിച്ചിടാൻ വേണ്ടി തന്നെ അയാളെയാണ് വിളിച്ചത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇയാൾ മൊത്തം പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാം തന്നെ നുണയാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. കാരണം ഇയാളെന്തോ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചെന്നോ അല്ലെങ്കിൽ അയാൾക്ക് പൂർവ്വകാലത്ത് ഈ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വൈരാഗ്യമോ ശത്രുതയോ കൊണ്ടാകാം അയാൾ ഇതിന് രംഗത്ത് വന്നിരിക്കുന്നത്. തുടർന്ന് ഇയാൾ പല സ്ഥലങ്ങളും പല പോയിന്റുകളും ചൂണ്ടിക്കാട്ടിയെങ്കിലും അവിടെയൊന്നും ഒരു തരത്തിലുള്ള മൃതദേഹങ്ങളും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആകെ കണ്ടെത്തിയത് ഒരു പോയിന്റിൽ മാത്രമാണ്. അതൊരു പുരുഷൻ്റെ ഡെഡ് ബോഡിയാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ സ്ഥലത്ത് ആ ഡെഡ് ബോഡി എങ്ങനെ വന്നു എന്നും ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ്.